ഹായ് നോക്കൂ, എത്ര സുന്ദരികൾ ഇവിടെ പൂത്തുവിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. നോക്കിയേ, എത്ര മനോഹരമായിട്ട്. കുറച്ച് പേരിലറിയപ്പെടുന്ന ഈ പൂക്കളെ എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലും ഉള്ളതാണ്. എന്നാലും ദാ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ, എത്രയോ ഭംഗിയോടെ വിരിഞ്ഞ് നിൽക്കുന്നു. അതുപോലെ തന്നെ വിക്കിയെ കാണാനാണ് ഇവിടെ വന്നത്. ആ കൂട്ടത്തിൽ കുറച്ച് പൂക്കളെ നമ്മൾ കണ്ടു. ഇത്രയും പൂക്കൾ കണ്ടുപോയാൽ വിക്കിയുടെ വീടായി കഴിഞ്ഞു. ദാ ഈ ലൈനായിട്ട് നിൽക്കുന്ന ഒരുപാട് നല്ല പൂക്കൾ അല്ലേ, കാശിത്തുമ്പ. എന്നാൽ പിന്നെ പൂക്കളൊക്കെ ഇവിടെ നിൽക്കട്ടെ. ദാ വിക്കിയുടെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദാ ആ കാണുന്ന കട കണ്ടോ, കടയുടെ അടിഭാഗത്തിൽ വീട് കൂട്ടി താമസിക്കുന്ന വിക്കിക്കുട്ടനും കുടുംബവും. ദാ അവന് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു കേക്ക്, അതുപോലെ 2 മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മളിട്ടതാണ്. എന്നാൽ പിന്നെ ചെറിയ മധുരമുള്ള കേക്കും അതുപോലെ 2 മുട്ടയും കൊണ്ടുവന്നിരിക്കുകയാണ് മാമൻ വിക്കിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. മധുരമുള്ളത് പൊതുവേ കൊടുക്കാൻ പറ്റാത്തതാണ് ഇവർക്ക്, എന്നാലും ഇതേ എൻ്റെ കയ്യിലിപ്പോഴുള്ളൂ. അവർ കഴിക്കുമെങ്കിൽ കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ഈ മുട്ടയായിട്ട് വന്നതാണ്. അതുപോലെ മുട്ട കൊടുത്താൽ അവരുടെ രോമങ്ങൾ പൊഴിയും എന്നൊരു കമൻറ്റിൽ ഞാൻ കണ്ടു. വാസ്തവം പറഞ്ഞാൽ എനിക്കതറിയില്ല, അത് ശരിയാണെങ്കിൽ ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ. ഇനി ആർക്കും അങ്ങനെ കൊടുക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ മധുരമുള്ള കൊടുക്കരുതെന്നും കമൻറ്റിൽ വന്നു. എന്നാൽ പിന്നെ കേക്കും മുട്ടയും ഇനി അങ്ങോട്ട് ക്യാൻസലാണ്. ഇത് ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയതുകൊണ്ടാണ് അത് ഇടുന്നത് കേട്ടോ. അപ്പോൾ കമൻറ്റ് തന്ന നമ്മുടെ ഫാമിലിയോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മുട്ടയുടെ തോട് പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ദാ വീഡിയോയിലേക്ക് പോവുകയാണ്. അങ്ങനെ ദാ നമ്മുടെ ചെറുക്കനെ കാണിച്ചു കൊടുത്തു. അത് കട്ട് ചെയ്ത് കുറച്ച് കൊടുക്കാമെന്നൊരു പ്ലാനാണ് എൻ്റേത്. കണ്ടിട്ട് വിക്കിക്കുട്ടന് ക്ഷമയില്ലാതെ ദാ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ കട്ട് ചെയ്ത് കുറേശ്ശെ കൊടുക്കാമെന്നൊരു പ്ലാനാണ്. ഓഹോ, അവൻ ദാ അത് എടുത്തുകൊണ്ട് ഓടാനുള്ള പരിപാടിക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ദാ ആദ്യം ചെറുതായിട്ടൊന്ന് കൊടുത്ത് നോക്കുകയാണ്. അവൻ കഴിക്കുമോ എന്നറിയില്ല. അവൻ നന്നായിട്ട് കഴിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ. അതുപോലെ 2 മുട്ട എനിക്ക് കഴിക്കാൻ കിട്ടി. ഞാൻ 2 എണ്ണം കൂടെ അടിച്ചു മാറ്റി. അങ്ങനെ 4 മുട്ടയും കൊണ്ടായിരുന്നു ഇവിടുത്തെ പിള്ളേരെ കാണാൻ വേണ്ടി വന്നത്. എന്നാൽ 1.5 മുറി കേക്ക്, 4 മുട്ട. വളരെ ഹാപ്പിയിലാണ് ഞാൻ വന്നത്. ദാ വീഡിയോ വന്നപ്പോൾ തന്നെ കമൻറ്റിൽ എന്താ പറയുക, അത് കൊടുത്തു കഴിഞ്ഞാൽ രോമങ്ങൾ പൊഴിയുമെന്നും അതുപോലെ മധുരമുള്ള കൊടുക്കരുതെന്നൊക്കെ കേട്ടപ്പോൾ മനസ്സിനാകെ ഒരു എന്താ പറയുക, അങ്ങനെ ഒന്നും സംഭവിക്കരുതേ എന്നാണ് ഇപ്പോൾ മനസ്സിനകത്തൊരു പ്രാർത്ഥന. ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നതും. വേറെ ആൾക്കാരൊന്നും ഇതുപോലെ കൊണ്ട് കൊടുക്കാറില്ല അവർക്ക്. മുട്ടയോടും കേക്കിനോടും ഇവിടുത്തെ പൂച്ചക്കുട്ടികൾക്ക് നല്ല ഇഷ്ടമുണ്ട്. ഇതാ നോക്കിയാൽ അവർ കഴിക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. ഇവന് കുറച്ച് വെള്ളം കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഈ മഞ്ഞക്കരു കഴിക്കുമ്പോഴേ തൊണ്ടയ്ക്കൊരു പിടുത്തം കിട്ടും. ഇവിടുത്തെ കുട്ടികൾക്ക് കുടിക്കാനേ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട് വെള്ളം. അത് എടുത്തുകൊണ്ടൊന്ന് കൊടുക്കണം കേട്ടോ. ഇവിടെ എവിടെ കാണുമെന്ന് നോക്കട്ടെ. അതോ ഇരിക്കുന്ന കണ്ടോ, അതോ അവിടെ ഇരിക്കുന്നുണ്ടോ, അതെടുത്തുകൊണ്ടൊന്ന് കൊടുക്കാം. ആശാൻ പെട്ടെന്ന് തട്ടി വിടുകയാണല്ലോ. വെള്ളം എടുത്തുകൊണ്ട് വരാം. ഇതാ കണ്ടോ, ഇവിടുത്തെ കിളികൾ അതുപോലെ പൂച്ചക്കുട്ടികൾ എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്ന വെള്ളമാണ്. വെള്ളം കുറച്ച് മോശമാണ് കേട്ടോ. അവൻ ദാ പേടിച്ച് ഓടുന്നുണ്ട്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അതുപോലെ മുട്ട തിന്നവനും വെള്ളം കുടിക്കും അല്ലേ. ഇതാ നോക്കിയേ, അവൻ്റെ കുടി കണ്ടോ. അങ്ങനെ നോക്കിയാണ് ആരെങ്കിലുമൊക്കെ വരുന്നതെന്നേ. ദാഹം തീരാത്ത കുടിയാണല്ലോ ഇവിടെ അച്ചെറുക്കാൻ നിനക്ക്. കുടിക്കടാ, നീ കുടിച്ചോ. അങ്ങനെ കേക്കും മുട്ടയും കഴിച്ച നമ്മുടെ വിക്കി ദാ മതിയാക്കി തിരിച്ചു പോവുകയാണ്. ഇനി കുറച്ച് മാമനോട് സ്നേഹം കാണിക്കാം. അതിന് വേണ്ടിയിട്ടാണ് മാമനോട് ഇരിക്കുന്നത്. കറങ്ങി വരികയാണ് കേട്ടോ എന്നോട് കൂട്ടുകൂടാൻ. ആ വയറൊക്കെ കണ്ടോ നിറഞ്ഞിരിക്കുന്നത്. എൻ്റെ വിശപ്പടക്കിയ മാമനോട് ഇനി സ്നേഹിച്ചിട്ട് എന്നെ കാര്യം. ഇതാ നോക്കിയേ, നമ്മുടെ ചെറുക്കൻ്റെ സ്നേഹം കണ്ടില്ലേ. ഞാനേ ഇവനെ കാണാൻ വരുന്നത് തന്നെ ചിലപ്പോഴും ഒരാഴ്ചയൊക്കെ പോവും. ലീവ് കിട്ടുന്നത് ഒരു വെള്ളിയാഴ്ചയായിരിക്കും. അന്നാണ് ഞാൻ ഈ പിള്ളേരൊക്കെ കാണാൻ വരുന്നത്. അതുപോലെ തന്നെ എന്നോട് കുറച്ച് പിള്ളേർ കൂട്ടുകൂടാനുണ്ട്. അവരൊക്കെ കാണുന്നതും വെള്ളിയാഴ്ചയാണ്. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കാണുന്നവരെ വീഡിയോയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. എവിടെന്നോ കറങ്ങി തിരിഞ്ഞ് വന്ന ഒരു പയ്യൻ എന്തോ നിൽക്കുന്നത് കണ്ടോ. അവനിത് കണ്ടു കേട്ടോ. അങ്ങനെ അടുത്തോട്ട് വരുന്നുണ്ട്. അവന് കുറച്ച് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അങ്ങനെതാ നല്ലൊരു ചെറുക്കൻ എന്നെ തന്നെ നോക്കുകയാണ്. അവൻ കഴിക്കുമെന്നറിയില്ല. അവന് നല്ല പേടിയുണ്ടേ. അവനെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ദാ അവന് കൊടുക്കാനായിട്ട് ഒരു മുട്ട ഇതാ പൊളിക്കുകയാണ്. അവൻ കഴിക്കുന്നതിൽ കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് എന്തായാലും കൊണ്ടുവന്നു, ആർക്കെങ്കിലും കൊടുത്ത് തീർക്കണം. അതാണ് ഇനി ഉദ്ദേശങ്ങൾ.
ഇതാ അവന് കുറച്ച് കൊടുത്ത് നോക്കാം, അവൻ കഴിക്കുമോ എന്നറിയില്ല. അവനും ഇഷ്ടം തന്നെയാണ്. എടാ ചെറുക്ക, രോമങ്ങളൊക്കെ പൊഴിഞ്ഞു പോവുമോ നിനക്ക്? ഇപ്പം ആദ്യമായിട്ടൊക്കെ കഴിക്കുന്നുണ്ടേ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കൊടുത്തുപോയി, അവർ കഴിക്കട്ടെ, അവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വരട്ടെ അല്ലേ. അങ്ങനെ രണ്ടുപേരും തൃപ്തിയോടെ കഴിച്ചിട്ടാണ് ഇതവിടെ ഇരിക്കുന്നത്. നമ്മുടെ ബിക്കി വയറ് നിറഞ്ഞ് എങ്ങോട്ടോ മാറിപ്പോയിരിക്കുന്നു. ഇത് നമ്മുടെ ചെറുക്കന് ഇനിയും വേണമെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും കൊടുക്കുന്നില്ല. നല്ല സുന്ദരല്ലേ, അവൻ കരഞ്ഞൊക്കെ കാണിച്ച കണ്ടോ, ഇനിയും വേണമെന്നാണ്. മാമനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ മറ്റുടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.